ഹലോ ഡിയർ ഫ്രണ്ട്, രാജക്കാടൻ രുചികൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വഴുതനങ്ങ എൻ്റെ സ്വന്തം വീട്ടിലുണ്ടായതാണ്. അപ്പോൾ എൻ്റെ ഉമ്മ അവിടെ നിന്ന് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ ഈ വഴുതനങ്ങ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വഴുതനങ്ങ തീരെ നൈസായിട്ട് അരിയരുത്, ഒത്തിരി കട്ടിക്ക് അരിയരുത്. ഒന്ന് തീരെ നൈസായിട്ട് അരിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വഴുതനങ്ങ കുഴഞ്ഞു പോകും. നമ്മൾ തോരനൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകില്ലേ എന്ന് പറഞ്ഞ പോലെ. ഇത് അല്പം കട്ടിക്ക് അരിയുവാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി എടുക്കാം, 1 സ്പൂൺ ഉപ്പ് എടുക്കാം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, 2 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ്. പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ഇട്ട് കൊടുത്തില്ല. ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അരിഞ്ഞ ഈ വഴുതനങ്ങ ഓരോന്ന് ഈ മസാലയിൽ മുക്കിയെടുക്കാം. ഇതിങ്ങനെ നമ്മളൊരു 20 മിനിറ്റ് വെക്കുവാണെങ്കിൽ ഇതിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും കേട്ടോ. ഞാനിത് 20 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വഴുതനങ്ങ നമുക്ക് ഇതുപോലെ മസാലയൊക്കെ തൂത്തിട്ട് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഇത് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, നല്ലതായിട്ട് അരപ്പും പിടിക്കും നല്ല വെയിലുള്ള സമയങ്ങളിൽ കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ വഴുതനങ്ങ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതെടുത്ത് നമുക്ക് കെട്ടി വെക്കുകയാണെങ്കിൽ തണുത്ത് പോകാത്ത രീതിയിൽ കൂട്ടിലൊക്കെ കെട്ടി വെച്ച് നമുക്ക് പിന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നപ്പോൾ നമുക്ക് ഓരോ വഴുതനങ്ങ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് ചുമ്മാ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കൂടി ചുമ്മാ വറുക്കി തിന്നാനൊക്കെ നല്ല കേട്ടോ. നമ്മളിങ്ങനെ വഴുതനങ്ങ ഓരോന്ന് ഇട്ടതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് 2-3 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. ഈ സമയം നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടാൽ ഈ മസാല പെട്ടെന്ന് കരിഞ്ഞിട്ട് അകം വേവാത്ത രീതിയിലിരിക്കും. നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളും രേഖപ്പെടുത്തുക.